മാത്സ്യൂലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്നത് പിക്ചർ അനലോഗ് ചിത്രങ്ങൾ. തുടർച്ചയായി 4 ചിത്രങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ചിത്രം ഏത് വരുന്നു എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ക്രമങ്ങൾ മനസ്സിലാക്കി നോക്കി അടുത്ത ചിത്രം ഏത് രീതിയിലായിരിക്കുന്നു ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ് ഈ ചോദ്യ രീതി. ഈ ചോദ്യം ആദ്യം തന്നെ നിങ്ങൾക്ക് ഫുൾ കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ എല്ലാ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് ആദ്യം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തോന്നുന്നത് എന്തെങ്കിലും സംശയങ്ങളോ തെറ്റുകളോ ഉണ്ടെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ വീഡിയോ തുടർന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് എന്ന് വ്യക്തമായി ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്കാണ്. പിക്ചർ സീരീസിലെ ഒരു 6 ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഓരോ ചോദ്യത്തിൻ്റെയും ആൻസർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത ആദ്യം പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾക്ക് 4 ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ക്രമത്തിലാണ് ഈ ചിത്രങ്ങൾ പോകുന്നത് എങ്കിൽ 5ാമത്തെ ചിത്രം ഏതായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കുക. 5th ഫിഗർ ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനുകൾ ഏതായിരിക്കും എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പിക്ചറുകൾ ഏത് ഓർഡറിലാണ് മാറി വരുന്നത് എന്നുള്ള ക്രമമാണ്, ഓർഡറാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ച് അടുത്തത് ഏത് രീതിയിലേക്ക് മാറുമെന്ന് നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ 1ാമത്തെ ചിത്രത്തിൽ കാണുന്ന ഒറ്റ പ്രത്യേകത ഇത് മാത്രമേ ഉള്ളൂ. ഈ ടോപ്പ് കോർണറിൽ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട് അല്ലേ. ഇനി ആ ഷേപ്പ് 2ാമത്തേൽ എവിടെ എത്തി, 3ാമത്തേൽ എവിടെ, 4ാമത്തേൽ എവിടെ എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഇത് ഞാൻ റഫായിട്ട് ഞാനിവിടെ ആ ചിത്രത്തിൽ ഞാൻ ഇങ്ങനെ വരക്കാം. ഇങ്ങനെയുള്ള ഒരു ചിത്രം നമ്മളിപ്പം വരച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമ്മൾ കാണുന്നത് ഇവിടെയാണ്. അതായത് ഈ ചിത്രത്തിൽ ഈ ടോപ്പിൽ ഇവിടെയാണ് കാണുന്നത്. രണ്ടാമത് അത് എവിടെ എത്തുന്നു, താഴെ എത്തുന്നു, അതായത് ഈ ഭാഗത്തേക്ക് അത് വരുന്നു. മൂന്നാമത്തേതിൽ അത് എവിടെ എത്തുന്നു, നേരെ റൈറ്റ് സൈഡിൽ, അത് ഈ ഭാഗത്ത് എത്തുന്നു. 4ാമത്തേതിൽ എവിടെ എത്തുന്നു, ഇതിൻ്റെ നേരെ മുകളിൽ എത്തുന്നു. അതായത് ഈ ഓർഡറിൽ ഇങ്ങനെ എന്ന് പറയുന്ന ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്തതിൽ എന്ത് ചെയ്യും, അത് വീണ്ടും ഈ ഓർഡറിൽ, അതായത് നമ്മൾ പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയും. ഇങ്ങനെ പോകുന്ന രീതിക്കാണ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയും. ആ ഡയറക്ഷനിലാണ് ഈ ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഷേപ്പ് അടുത്തതിൽ എവിടെ എത്തും നോക്കൂ, ഇത് ഇവിടെ എത്തി, പിന്നെ അതിൻ്റെ റൈറ്റിലെത്തി, പിന്നെ എന്ത് ചെയ്തു അതിൻ്റെ ടോപ്പിലെത്തി, പിന്നെ എവിടെ എത്തും, ഈ ഭാഗത്താണ് വരിക. അപ്പോൾ ഈ ഭാഗത്തുള്ള ആൻസർ ഏതെന്ന് നോക്കിയാൽ മതി. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഷേപ്പ്, ഈ ഒരു ആകൃതി ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ 90 മോഡലിൽ മാറുന്നു. ഇങ്ങനെ വരുന്നു, ഇവിടത്തേക്ക് വരുന്നു, അവസാനം ഇവിടേക്ക് എത്തുന്നു. അതുകൊണ്ട് ഇവിടെ വരുന്നതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഒരു ആരോസാണ് ഇവിടെ കാണുന്നത്. ആരോസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എന്താണ്, ഇവിടുന്ന് മുകളിലോട്ടുണ്ട്, പിന്നെ താഴോട്ട് വരുന്നു, മുകളിലോട്ട് വരുന്നു, താഴോട്ട് വരുന്നു. അപ്പോൾ മാറിക്കൊണ്ടാണ് വരുന്നത് അല്ലേ. മുകളിലോട്ട് താഴോട്ട്. ഇനി അടുത്തത് എങ്ങനെ വരണം, മുകളിലോട്ട് വരണം. അടുത്തത് മുകളിലോട്ട് വരണം എന്ന് പറയുമ്പോൾ ഇത് ആൻസറായിട്ട് വരില്ല, കാരണം ആരോ താഴോട്ടാണ്. പിന്നെ ഇതും ആൻസറായിട്ട് വരില്ല, അതും താഴോട്ടാണ്. അത് രണ്ടും നമുക്ക് വരില്ല. അപ്പോൾ പിന്നെ നോക്കേണ്ടത് ഇത് മാത്രമേ നോക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇനി എന്താണ് നോക്കേണ്ടത് നോക്കുക. ഈ ആരോ മാറുന്നതിനനുസരിച്ചിട്ട് അവയുടെ എണ്ണവും കൂടി ഇത് വരുന്നുണ്ട് അല്ലേ. നോക്കാം നമുക്ക്. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് 3 എണ്ണം കാണാൻ കഴിയും. ഇവിടെ 1, 2, 3, 4 എണ്ണം ഉണ്ട്. അപ്പോൾ 1, 2, 3, 4, അടുത്തതിൽ എത്ര വരണം, 5 എണ്ണം വരണം. അപ്പോൾ ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം. ഇതിൽ നോക്കുക, 1, 2, 3, 4 ഉള്ളത്. അപ്പോൾ 5 എണ്ണം വേണം. അപ്പോൾ 1, 2, 3, 4, 5. അപ്പോൾ ആൻസർ 2ാമത്തതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താണ്, ചിത്രങ്ങളിൽ ഡയറക്ഷനും മാറി വരുന്നു, അതേപോലെ എണ്ണം നമ്പേഴ്സും കൂടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് 5 സൈഡുള്ള ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ഈ 5 സൈഡുള്ള ഒരു ഫിഗർ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഞാനിവിടെ വരക്കാം.
5 സൈഡുള്ള ഒരു ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നത് ആ ഫിഗറിൽ ഇവിടെ ഒരു വരയുണ്ട് ഇങ്ങനെ ഇട്ടിട്ട് അല്ലേ. ഏത് ഭാഗത്ത്? ഈ ഭാഗത്താണ് ആദ്യം വരയിട്ടിട്ടുള്ളത്. അടുത്തത് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് മാറിയിട്ട് ഇതിന് തൊട്ട് മുകളിലുള്ള സ്ഥലത്തേക്ക് എത്തുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഫസ്റ്റിന് താഴെ വലതുഭാഗത്ത് താഴെയുള്ളതാണ് കാണുന്നത്. പിന്നെ അത് ഈ ഭാഗത്തേക്ക് മാറുന്നു. അടുത്തത് എന്ത് മാറുന്നു? നോക്കൂ, അത് ഇവിടത്തേക്ക് മാറുന്നു. നോക്കൂ, ഓക്കെ. ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ താഴെയാണ് ഒന്നാമത്തെ ചിത്രത്തിൽ ഇങ്ങനെ വരുന്നത്. രണ്ടാമത്തേലാകുമ്പോൾ ഇതിലേക്കാണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടത്തേക്കാണ് വരുന്നുണ്ടാവുക. മൂന്നാമത്തെ രീതിയിലേക്കാണ് വരുന്നത്. മൂന്നാമത്തെ ചിത്രത്തിൽ അത് ഈ ഭാഗത്ത് ഈ മൂലയിലേക്കാണ് വരുന്നത്. നാലാമത്തേലോ ഈ മൂലയിലേക്കാണ് വരുന്നത്. കണ്ടല്ലോ, ഈ ഇങ്ങനെ മൂലകൾ ഇങ്ങനെ മാറി മാറിയിട്ടാണ് വരുന്നത്. അപ്പോൾ അടുത്ത ഇതിലേക്ക് പോകും, ഈ മൂലയിലേക്ക് വരുന്നതായിരിക്കും ചിത്രം. ഈ മൂലക്കുള്ളതാണ്, മൂലക്കുള്ള ഒരു വരയായിരിക്കും ഇതിൻ്റെ ചിത്രമായിട്ട് വരിക. ഈ ഭാഗത്ത് വരുന്നതിൻ്റെ ഒരു വര. അപ്പോൾ അതിൽ ഏതാണ് ഉള്ളത് എന്നാണ് നോക്കേണ്ടത്. നോക്കൂ, ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു, പിന്നെ ഇവിടെ എത്തി, പിന്നെ ഇവിടെ എത്തി, ഓക്കെ, പിന്നെ ഇവിടെ എത്തി. ഇനി ഈ ഭാഗത്ത് വരുന്നതിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഭാഗത്ത് വരുന്നത് എത്രയാണ് നമുക്ക് വരിക? ഒന്നാമത്തത്. ഈ ഭാഗത്താണ് അടുത്തത് വരിക. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഒന്നാമത്തെ ചിത്രത്തിലാണ് ഈ ഭാഗത്ത് നിന്ന് താഴോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഈസി ആയിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒരേ മാതിരിയുള്ള ഫിഗറാണ്, 5 സൈഡിലുള്ള ഫിഗറാണ് കാണുന്നത്. പക്ഷേ ലൈനിൻ്റെ മാറ്റം അതെങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഈ ഡയറക്ഷനിലാണ്, ഇങ്ങനെയുള്ള ഡയറക്ഷനിലാണ് അത് കറങ്ങി വരുന്നത് എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, ഇവിടെ നമുക്കിവിടെ കാണുന്നത് ഒരു ആരോ തന്നിട്ടുണ്ട്, ഒരു ഡോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആരോവും ഡോട്ടും എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, അത് കണ്ടുമല്ലോ, ആരോ ഉണ്ട്, ഡോട്ടുണ്ട്. ഡോട്ടിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇത് റൈറ്റ് സൈഡിലാണ് ഇവിടെയുള്ളത്, ഇത് ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ റൈറ്റ് സൈഡിലാണ്, വലതു ഭാഗത്താണ്, ഇവിടെ ഇടതു ഭാഗത്താണ്. അപ്പോൾ ഈ ഡോട്ട് എന്താണ് സംഭവിക്കുന്നത്? ആദ്യം റൈറ്റ് സൈഡിലാണ്, പിന്നെ ലെഫ്റ്റ് സൈഡിൽ, പിന്നെ റൈറ്റ് സൈഡിൽ, പിന്നെ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഇനി അടുത്തത് ഏത് ഭാഗത്താണ് വരിക? റൈറ്റ് സൈഡിലാണ് വരേണ്ടത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ആൻസർ വരുന്നതാണ് വരിക. അപ്പോൾ ഇത് നോക്കൂ, ഇത് താഴെയാണ് ഡോട്ട് വരുന്നത്, അപ്പോൾ ഇത് വരില്ല. ഇത് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്, ഇതും വരില്ല. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ആൻസർ റൈറ്റ് സൈഡിലുള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഡോട്ട് നമുക്ക് കിട്ടി. ഇനി നോക്കേണ്ട മറ്റു പ്രത്യേകത നോക്കൂ. ഇവിടെ ഒരാരോ മുകളിലോട്ട്, ഇവിടെ 2 ആരോ, ഇവിടെ 1 ആരോ, 2 ആരോ, 3 ആരോ, 4 ആരോ. 4 ആരോ ഉള്ളതാണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ 4 ആരോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത്, ഇവിടെ ഇപ്പം 1 ആരോ, 2 ആരോ, 3 ആരോ, 4 ആരോ. അടുത്തത് എത്ര ആരോ വരും? 5 ആരോ വരണം. മനസ്സിലായല്ലോ? ഇവിടെ 1, ഇവിടെ 2 ആരോസ് ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 4 എണ്ണം ഉണ്ട്, അടുത്തതിൽ 5 എണ്ണം വരണം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാം ഉത്തരം വരിക, അതിൽ 5 എണ്ണം വരണം. 5 എണ്ണം വരുന്നത്, ഇത് 4 എണ്ണേ ഇവിടെ ഉള്ളൂ, അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. അപ്പോൾ ആൻസർ മൂന്നാമത്തതാണ് അതിൻ്റെ ആൻസർ വരിക. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യനിൽ 3 രൂപങ്ങളുണ്ട്. ഒരു ഇൻറ്റു മാർക്കുണ്ട്, ഇതിങ്ങനെ ഒരു കർവായിട്ട് വളച്ചു വെച്ചിട്ടുണ്ട്, ഒരു കറുത്ത ഡോട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിലും അതേ ഷേപ്പ് ഉണ്ട്, അതേ ഷേപ്പ് തന്നെയാണ് എല്ലാത്തിലും കാണുന്നത്. പക്ഷേ എന്താണ്, ഒരു സ്ഥലത്ത് മുകളിലാണ് ഉള്ളതെങ്കിൽ അടുത്തത് എവിടെയാണ്? താഴെയാണ് വന്നത്. പിന്നെ അത് വലത്തേക്ക് വന്നു, പിന്നെ അത് മുകളിലേക്ക് വന്നു. അപ്പോൾ ഇത് എവിടത്തേക്ക് വരണം? ഈ ഇടത് ഭാഗത്തേക്ക് വരണം. ഐഡിയ മനസ്സിലായല്ലോ? ഇപ്പം നമ്മളിപ്പോൾ റഫായിട്ട് നമ്മളിങ്ങനെ ഒരു ചിത്രം മനസ്സിൽ വെച്ചാൽ ഈ ഇൻറ്റു മാർക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക, ഈ ഇവിടെ കാണുന്നില്ലേ, ഈ ഇടത് ഭാഗത്ത് മുകളിലാണുള്ളത്, ഇവിടെയാണ് ആദ്യം ഇൻറ്റു ഉണ്ടായത്. പിന്നെ ആ ഇൻറ്റു എവിടെ എത്തി? രണ്ടാമത്തേലാകുമ്പോൾ നേരെ താഴോട്ട് വന്നു. പിന്നെ ആ ഇൻറ്റു എവിടെ വന്നു? വലതു ഭാഗത്ത് വന്നു. പിന്നെ ആ ഇൻറ്റു എവിടെ വന്നു? മുകളിൽ വന്നു. ഇനി അടുത്ത ഇൻറ്റു എവിടത്ത് വരും? ഇങ്ങനെ കറങ്ങിയിട്ടാണ് വരുന്നത് അല്ലേ. അടുത്തത് എവിടെ വരും? ഈ ഭാഗത്ത് വരും. അപ്പോൾ ഈ ഭാഗത്ത് വരുന്നതാണ് ആൻസർ വരിക. ഈ ഭാഗത്ത് വരുന്നത് ഏതെല്ലാം? ഇടത് ഭാഗത്ത് മൂലയിൽ വരുന്നത് ഏതെല്ലാം ഉള്ളത്? ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. അപ്പോൾ ഇത് അല്ല നമുക്ക് ഉറപ്പിക്കാം. ഇപ്പം ഇങ്ങനെയുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് നമുക്ക് ഈ 3 എണ്ണത്തിൽ ഒന്നായിരിക്കും അതിൻ്റെ ആൻസർ വരിക. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, ഇതാ ഈ ഒരു കർവ് കണ്ടില്ലേ നിങ്ങൾ? ഈ കർവ് ഇവിടെയുണ്ട്, അടുത്തതിൽ ഈ കർവ് മുകളിലുണ്ട്, പിന്നെ ഈ കർവ് ഇവിടെ താഴെ അതേ ഇടത് ഭാഗത്തുണ്ട്, പിന്നെ അതേ വലതു ഭാഗത്തുണ്ട്. ഇനി അടുത്തതിൽ എങ്ങനെയാണ് വരിക നോക്ക്. ഇടത്തെ ഈ കോർണറിലുണ്ട്,
പിന്നെ അതിൻ്റെ മുകളിൽ റൈറ്റ് കോർണറിൽ അല്ലേ, പിന്നെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തു. അതായത് ഒന്നാമത്തതും മൂന്നാമത്തതും റിപ്പീറ്റ് ചെയ്തു അല്ലേ, ആവർത്തിച്ച് വരുന്നു. അപ്പോൾ അഞ്ചാമത്തേലും അതേമാതിരി ഇവിടെ മുകളിൽ ഉണ്ടായതുകൊണ്ട് അഞ്ചാമത്തേൽ താഴെ ഇടത് ഭാഗത്തായിരിക്കും. അപ്പോൾ താഴെ ഇടത് ഭാഗത്ത് വരുന്നത് ഏതെല്ലാം ഉള്ളത്? ഇതാ ഇവിടെയും താഴെ ഇടത് ഭാഗത്ത് വരുന്നുണ്ട്, ഇവിടെയും താഴെ ഇടത് ഭാഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതും ആൻസർ അല്ല. അപ്പോൾ ഇനി ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതാണ് ആൻസർ എന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഡോട്ടിനെയാണ്. ഡോട്ട് താഴെ, ഡോട്ട് മേലെ, ഡോട്ട് താഴെ, ഡോട്ട് മേലെ, അടുത്ത ഡോട്ട് താഴെ. ഡോട്ട് താഴെ വരുന്നത് ഏതാണ് വരിക? ഈ രണ്ടെണ്ണത്തിലല്ലേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ ഡോട്ട് മുകളിലാണ് ഉള്ളത്, കറുത്ത കുത്ത് മുകളിലാണ്. അപ്പോൾ ഡോട്ട് താഴെ വരുന്നതാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, സിമ്പിൾ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഈ രീതിയിൽ വന്നു, ഈ രീതിയിൽ വന്നു, ഈ രീതിയിൽ വന്നു. അപ്പം നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഫിഗേഴ്സ് ഇവിടെയുണ്ട്, ചിത്രങ്ങളുണ്ട്. ഒന്ന് ഈ മോഡലാണ്, ഒന്ന് ഈ മോഡലാണ് അല്ലേ. അപ്പോൾ ഇവർ വരുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തേലും മൂന്നാമത്തേലും ഒരേ ഷേപ്പുള്ളത് തന്നെ, ഒരേ മാതിരിയുള്ളത് വരുന്നു. അതിൻ്റെ ഇത് ഡയറക്ഷൻ മാത്രം മാറുന്നു. രണ്ടാമത്തെയും നാലാമത്തെയും അതേപോലെ ഒരേപോലെയുള്ളത് ഡയറക്ഷൻ മാറി വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നിടെ വിട്ടിട്ട് ഒരേപോലെയുള്ള ചിത്രങ്ങളാണ് വരിക. അപ്പോൾ ഒന്നാമത്തേൽ, മൂന്നാമത്തേൽ, ഇനി അഞ്ചാമത്തേൽ വരുന്ന ഏതായിരിക്കും? ഇതോ മാതിരിയുള്ള ചിത്രമായിരിക്കും, ആരോ മാർക്കുള്ള ചിത്രമായിരിക്കും വരിക. അപ്പോൾ എല്ലാത്തിനും ഇവിടെ ആരോ മാർക്കുണ്ട്, ഇതിന് മാത്രമില്ല. അപ്പോൾ ഇത് അല്ല നമുക്ക് ഉറപ്പിക്കാം. ഇനി നമ്മൾക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് നോക്കിക്കോളൂ. ഇതാ ഇവിടെ എങ്ങനെയാണ് വന്നത്? മുകളിലോട്ട്, ഈ തരത്തിൽ വലതു ഭാഗത്ത് മുകളിലോട്ട്. ഇതെന്താണ് വരുന്നത്? ഇടത് ഭാഗത്ത് താഴോട്ട് വരുന്ന രീതിയിലാണ് വന്നത് അല്ലേ. നമ്മളിപ്പം ഇങ്ങനെ ഒന്ന് വരച്ചാൽ ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ മോഡലുള്ളതാണ് കാണാൻ കഴിയുന്നത് അല്ലേ. മൂന്നാമത്തേൽ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? ഇത് താഴോട്ട് വന്നിട്ട്, ഞാൻ വേറൊരു പേനനെ കൊണ്ട് ഞാൻ വരക്കാം. നോക്കൂ, ഇത് ഇത് താഴോട്ട് വന്നിട്ട്, മൂന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് താഴോട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള ഷേപ്പാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഷേപ്പാണ്. ഇത് ഒന്നാമത്തേൽ കാണുന്നതാണ്, ഇത് ഇത് മൂന്നാമത്തേൽ കാണുന്നതാണ്. ഇനി നമുക്ക് ഏതാണ്? അഞ്ചാമത്തേലാണ് വേണ്ടത്. അഞ്ചാമത്തേൽ ഏത് വരും? അഞ്ചാമത്തേൽ ഇത് വരുമോ? ഇല്ല, കാരണം മൂന്നാമത്തേൽ വന്നത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഒന്നാമത്തേൽ മൂന്നാമത്തേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി മാറിയിട്ടാണ് അഞ്ചാമത്തേൽ വരേണ്ടത്. അപ്പോൾ ഇത് വരില്ല, ഇത് നമുക്ക് ആൻസറായിട്ട് വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഇത് നോക്കിയേ, ഇവിടുന്ന് എങ്ങനെയാണ് വരുന്നത്? ഇടത് ഭാഗത്ത് വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഉള്ളതല്ലേ വരുന്നത്. വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഉള്ളത് വരുമ്പോൾ നമുക്ക് ഏതാണ് വരിക? നമുക്ക് ഇവിടെ ഈ ആൻസർ വരില്ല. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഈ മൂന്നാമത്തതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞു തരാം. ഇവിടെ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ചിത്രങ്ങളിൽ ഈ ചിത്രവും ഈ ചിത്രവും 1, 3 ഉണ്ട്. അപ്പോൾ 5 വരുന്നത് ഈ മോഡൽ ആരോ വരുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ ഇതങ്ങ് പോയി. അപ്പോൾ ഈ 3 പിന്നെ 1, 3 വരുന്നത് ഒന്നാമത്തേതിൻ്റെ നേരെ താഴോട്ടുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് വരുന്നത് 3. അപ്പോൾ ഇനി അഞ്ചാമത്തേൽ എങ്ങനെ വരണം? ഇതിൻ്റെ ഓപ്പോസിറ്റ് വരണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെയാണ് വരിക? ഇത് താഴോട്ടാണ് വരുന്നതെങ്കിൽ മറ്റേത് എങ്ങനെ വരണം? മുകളിലോട്ട് വരണം. അപ്പോൾ ആ മുകളിലോട്ട് വരുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ഏത് ചിത്രം തന്നെ ആയിരിക്കും? ഈ ഒന്നാമത്തെ ചിത്രം തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 6 ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.